നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിമധുരമാണ്. അപ്പോൾ അമ്മമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും അമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് ഇന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയുള്ള ഉണ്ണിമധുരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം, അതല്ലാതെ ചെറുപഴം അങ്ങനെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷേ രണ്ടിന് ടേസ്റ്റ് വേറെ വേറെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റി ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഈ നേന്ത്രപ്പഴം വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇത് നമുക്ക് ആദ്യമേ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പം ഞാൻ ആകെ എടുത്തത് നമ്മൾ 2 നേന്ത്രപ്പഴം എടുത്തപ്പോൾ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ഈ ഒരു പാകത്തിന് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മാറ്റി വെക്കുക, അവസാനം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഇതിൽ നോക്കി നോക്കി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളൊരു 6 ബ്രെഡിൻ്റെ അടുത്ത് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഇത്തിരി നമ്മൾ ലാസ്റ്റ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള അടുത്ത ചേരുവ എന്താണെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു 10 കശുവണ്ടി പരിപ്പും അതുപോലെ ഒരു 10 ബദാം പരിപ്പും ശരിക്കും ഒന്ന് നെയ്യിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ചെറിയ പീസൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കൂടുതൽ അളവിൽ വേണമെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ കശുവണ്ടി പരിപ്പൊക്കെ മൂപ്പിച്ചിട്ടുള്ള ആ ബാക്കിയുള്ള നെയ്യ് കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ പഴവും ശരിക്കും നമ്മുടെ ബ്രെഡൊക്കെ ആയിട്ട് നല്ല കുഴഞ്ഞ് കിട്ടുന്ന പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴക്കുകയാണെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് വെള്ളം പോലെ ആകും, കുറച്ചുകൂടി ഒന്ന് ലൂസാകും. അങ്ങനെ ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ചെറിയ ഉരുളകളായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഇതുവരെ ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് ശരിക്കും ലഡുവൊക്കെ കൊടുക്കുന്ന ആ ഒരു പാകത്തിന് കൊടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് റോൾ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ പാകം നോക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ ഉരുളകളായി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് സെർവ് ചെയ്താലും മതി.
അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളായി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി ഡാർക്ക് ആകുന്നത് വരെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഒരു ഗോൾഡൻ ബ്രൗണിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാണാനും നല്ലൊരു ഭംഗി അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണി മധുര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.